10ാം ക്ലാസ് വരെ മലയാളം പഠിപ്പിക്കാൻ തയ്യാറാകാത്ത സ്കൂളുകളുടെ അംഗീകാരം തന്നെ റദ്ദാക്കുന്നതാണ് ഓർഡിനൻസ്. CBSE, ICSE സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്നത് അതാത് ബോർഡുകളാണ്. എങ്കിലും ഓർഡിനൻസ് പാലിച്ചില്ലെങ്കിൽ ഈ സ്കൂളുകൾക്കുള്ള NOC റദ്ദാക്കാൻ സംസ്ഥാനത്തിന് കഴിയും. ഓർഡിനൻസ് വരുന്നതോടെ സ്കൂളുകളിൽ മലയാളം സംസാരിക്കുന്നത് വിലക്കുന്നത് നിയമവിരുദ്ധമാവും. ഇത്തരം സ്കൂളുകൾക്ക് പിഴ ഈടാക്കും. 3 തവണ പിഴയൊടുക്കേണ്ടി വരുന്ന സ്കൂളുകളുടെ NOC പിൻവലിക്കും. മലയാളം പറഞ്ഞാൽ തലമൊട്ടയടിക്കുന്ന ശിക്ഷാ നടപടികൾ പോലും പല സ്കൂളുകളിലും നിലവിലുള്ള സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. 12ാം ക്ലാസ് വരെ മലയാള പഠനം നിർബന്ധമാക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ CBSE ക്ലാസുകളിൽ ഹയർ സെക്കൻഡറിയിൽ ഭാഷാ പഠനം ഇല്ലാത്തതിനാൽ ഓർഡിനൻസ് 10ാം ക്ലാസ് വരെ പരിമിതപ്പെടുത്തുകയായിരുന്നു. വിദേശത്ത് നിന്നോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷം മലയാളം പരീക്ഷ ഉണ്ടാകില്ല. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഓർഡിനൻസിന്റെ കരടിന് അംഗീകാരം നൽകിയത്. ഗവർണറുടെ അംഗീകാരത്തിനു ശേഷം അടുത്ത അധ്യയന വർഷം മുതൽ ഓർഡിനൻസ് പ്രാബല്യത്തിലാകും. ജെ മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.